നമസ്കാരം, ക്യാപ്റ്റൻ ന്യൂസിലേക്ക് സ്വാഗതം. ക്രിസ്തുമസ് ആഗതമായി. ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ക്രിസ്മസ് എത്തിക്കഴിഞ്ഞു. ഈ വേളയിൽ കുത്തിത്തിരിപ്പൊന്നുമല്ല, ഒരു ചെറിയ കഥ. ക്രിസ്ത്യാനികളുടെ വീട്ടിലോ പള്ളിയിലോ നടക്കേണ്ട ക്രിസ്മസ് ആഘോഷം എന്തിന് മറ്റുള്ളവർ ആഘോഷിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്ന മതവാദികളും അതേ ചിന്താഗതിയുള്ള ബൂർഷ ക്രിസ്ത്യാനികളും കേൾക്കാൻ വേണ്ടി ഈ കഥ ഞാൻ പറയുകയാണ്. സമത്വം എന്ന ആശയം ഇന്ത്യയിൽ ഉടനീളം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിലെ ഡെറിക് ഓബ്രയാൻ എന്ന തൃണമൂൽ എംപി പറഞ്ഞ കഥയാണ് ഞാനിവിടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഈ കഥ പറഞ്ഞത്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. There's a Jewish bakery in Calcutta where a week away from Christmas there must be about 4,000-5,000 Jews in India. The Jewish bakery makes delicious Christmas cake. All the 300 bakers in that Jewish bakery all belong to one community. They're all Muslim, each one of them. And starting with about a week before Christmas, there are long lines outside the bakery. And if you go and ask people those lines, they'll tell you, Bhaskar, Rima, Orun, doesn't matter, they're all Indians, but they're in that line in that Jewish bakery. And what are they celebrating? A Christian festival. ബാഗ്ദാദിൽ നിന്നും കുടിയേറിയ ബാഗ്ദാദി ജൂതനായ നഹൂം ഇസ്രായേൽ മർദക്കോയ സ്ഥാപിച്ച നുഹൂമിന്റെ ബേക്കറിക്ക് സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്. ചൂട് വിട്ടുമാറാത്ത രുചിയേറിയ പലഹാരങ്ങൾ വീട് തോറുമുള്ള വിൽപ്പനയിലൂടെ അദ്ദേഹം തുടക്കം കുറിച്ചു. ഒടുവിൽ 1897 കൽക്കത്തയിലെ ന്യൂ മാർക്കറ്റിൽ ഒരു ചെറിയ കടയ്ക്ക് തുടക്കമായി. 1916 നുഹൂം ഔദ്യോഗികമായി ന്യൂ മാർക്കറ്റിലെ നിലവിൽ കാണുന്ന സ്ഥലത്ത് നുഹൂം ആൻഡ് സൺസ് ബേക്കറി സ്ഥാപിച്ചു. രുചികരമായ കേക്കുകൾ, പേസ്ട്രികൾ, മറ്റ് ചൂട് വിട്ടുമാറാത്ത പലഹാരങ്ങൾ പെട്ടെന്ന് പ്രശസ്തി തേടി. കൊൽക്കത്തയിലെ ഒരു പ്രിയപ്പെട്ട സ്ഥാപനമായി ആ ബേക്കറി അറിയപ്പെട്ടു. ഇപ്പോൾ 3ാം തലമുറ ഉടമയായ ഐസക് നുഹുമാണ് ആ ബേക്കറി നടത്തിപ്പോരുന്നത്. യഥാർത്ഥ പാചക കുറിപ്പുകളും ഉയർന്ന നിലവാരമുള്ള ചേരുവകളും ഉപയോഗിക്കുന്ന പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നത് ഇപ്പോഴും തുടരുന്നു. നുഹൂമിന്റെ ബേക്കറിക്ക് പ്രദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരു ജനപ്രിയ കേന്ദ്രം മാത്രമല്ല, കൊൽക്കത്തയിലെ ജൂത സമൂഹത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ചരിത്ര അടയാളം കൂടിയാണ്. ഇന്ത്യയിൽ 4000-ഓ 5000-ഓ ജൂതന്മാർ മാത്രമേ അവശേഷിക്കുന്നു. എന്നാൽ ഈ ജൂത ബേക്കറിയിൽ രുചിയുള്ള ക്രിസ്മസ് കേക്കുകൾ, പേസ്ട്രികൾ നിർമ്മിക്കുന്ന 300-ൽ പരം ബേക്കർമാരും ഒരു സമൂഹത്തിൽ ഉൾപ്പെട്ടവരാണ്. അവർ ഇന്ത്യൻ മുസ്ലിങ്ങളാണ്. ക്രിസ്തുമസിന് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ ബേക്കറിയിൽ നീണ്ട നിര കാണാം. ആ നിരയിൽ നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ പോയി വിശേഷങ്ങൾ ചോദിച്ചാൽ ഭാസ്കറും റിമയും അരുണുമൊക്കെ ഈ ബേക്കറിയെ പറ്റി വാചാലരാകും. അതൊന്നുമല്ല ഇവിടെ പ്രസക്തം. അവരാരും ജൂതരോ ക്രിസ്ത്യാനികളോ അല്ല, പക്ഷെ അവർ ആ ജൂത ബേക്കറിയുടെ നിരയിലുണ്ട്. അവർ എന്താണ് ആഘോഷിക്കുന്നത്? ക്രിസ്തുമസ്, ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്മസ്. വിഭജനവും വിഭാഗീയതയും കൊണ്ട് നടക്കുന്നവർക്കായി ഡെറിക് ഓബ്രിയാൻ പറഞ്ഞ ആ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നന്ദി, നമസ്കാരം.